തിരുവില്ലാമല പട്ടിപ്പറമ്പ് വരടംപാടം ദേശവിളക്ക് മഹോത്സവം വ്യാഴാഴ്ച ആഘോഷിക്കും. ധനു 26 ജനുവരി 11 വ്യാഴാഴ്ചയാണ് തിരുവില്ലാമല പട്ടിപ്പറമ്പ് വരടംപാടം ദേശവിളക്ക് മഹോത്സവം ആഘോഷിക്കുന്നത്. വരടംപാടം ദേശവിളക്ക് ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉത്സവ പരിപാടികൾ. ജനുവരി 11 കാലത്ത് പള്ളി ഉണർത്തലോടുകൂടി ഉത്സവ പരിപാടികൾക്ക് തുടക്കമിടും. ഗണപതി ഹോമത്തിന് ശേഷം പ്രഭാത പൂജയെ തുടർന്ന് പ്രസാദൂട്ടും നടക്കും. വൈകിട്ട് പൂതനക്കര ശിവക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പെഴുന്നള്ളിപ്പ് പുറപ്പെട്ട് ആന, പഞ്ചവാദ്യം, താലപ്പൊലി എന്നിവയോടുകൂടി പഴയ മാരിയമ്മൻ കോവിൽ വഴി പട്ടിപ്പറമ്പ് സെന്ററിൽ എത്തിച്ചേരും. തുടർന്ന് പ്രഗത്ഭ വാദ്യ കലാകാരന്മാർ പങ്കെടുക്കുന്ന അതിഗംഭീര പഞ്ചവാദ്യവും ഉണ്ടായിരിക്കും. അതിനുശേഷം പാലക്കൊമ്പ് 8 മണിയോടുകൂടി കാവിൽ എത്തിച്ചേരുന്നു. ദീപാരാധന, ഭക്തിപ്രഭാഷണം, പൂജ, തായമ്പക എന്നിവയ്ക്ക് ശേഷം അയ്യപ്പൻ പാട്ട്, ജനനം, പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ് എന്നീ ചടങ്ങുകൾ ഉണ്ടായിരിക്കും. തിരിയൊഴിച്ചിൽ, വെട്ടും തടവും എന്നിവയ്ക്ക് ശേഷം അയ്യപ്പന്മാരുടെ ശബരിമല യാത്ര പുറപ്പെടുന്നതോടുകൂടി പട്ടിപ്പറമ്പ് വരടംപാടം ദേശവിളക്ക് മഹോത്സവത്തിന് സമാപനമാകും. അയ്യപ്പ ഭക്തനായ സതീഷ് കുമാർ കുന്നത്ത് ജനുവരി 11 നടക്കുന്ന ദേശവിളക്ക് മഹോത്സവത്തെക്കുറിച്ച് സംസാരിക്കുന്നു. 2024 ജനുവരി 11 പട്ടിപ്പറമ്പ് വരടംപാടം ദേശവിളക്ക് അതിഗംഭീരമായി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ക്ഷണിച്ചുകൊള്ളുന്നു. കാലത്ത് 5:30 ഗണപതി ഹോമം, അതിന് ശേഷമുള്ള പൂജകൾ, ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രസാദകൂട്ട്, 3:30 പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ്, ഗജവീരന്മാരും നല്ല പഞ്ചവാദ്യത്തോടുകൂടി പരിപാടി നടത്തുന്നു. 10:30 അതിഗംഭീരമായ തായമ്പകയും ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ അയ്യപ്പൻ പാട്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ പുലർച്ചെ 5:30 അയ്യപ്പന്മാർ യാത്ര പുറപ്പെടുന്നതാണ്. സനീഷ്, പ്രകാശൻ, ബേബി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. CCV ന്യൂസ്, തിരുവില്ലാമല.